ഏകദേശം ഒരു 17,000 പേര് മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 10,000 യൂത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് മനോജേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ദൈവവിളി സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡൗട്ട്, ഒരു കോളിന്റെ കാര്യത്തിൽ, വൊക്കേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവര് ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവരും എക്സ്പെക്ട് ചെയ്ത് ചിലപ്പോൾ കുറച്ച് പേര് 10-20 പേരൊക്കെ ചിലപ്പോൾ വരാം എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ്. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഏകദേശം 1000-ഓളം യൂത്ത് ആ ഒരു ജാഗോടെ അഡോറേഷൻ സമയത്ത് ഫ്രണ്ടിലോട്ട് കയറി വന്നു. കാരണം ഒരു ദൈവവഴി അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പ്രയർ ഹെൽപ്പിനായിട്ട്. അപ്പൊ എല്ലാവരും സത്യം പറഞ്ഞാൽ ഇതായി ഭയങ്കര എക്സൈറ്റഡ് ആയി എല്ലാവരും. അപ്പൊ ഈ സമയങ്ങളിൽ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയുള്ള ഒത്തിരി പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും എല്ലാവരും ഒത്തിരി പേര് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ ഞാൻ ആരാധന അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഞാനും ഫ്രണ്ടിലോട്ട് പോയില്ലാന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഫ്രണ്ടിലേക്ക് പോയില്ല, കാരണം എന്റെ അടുത്തിരിക്കുന്നതൊക്കെ എന്റെ കൂട്ടുകാരാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു നാണക്കേട് കൊണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കാരണം എന്റെ ഉള്ളിലുള്ള ഫീലിംഗ് എനിക്കറിയാം. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ആരാധന വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ മനോജേട്ടൻ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ നിങ്ങൾ ഈ ജാബ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു അച്ഛനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സിസ്റ്ററുടെ ഗൈഡൻസ് എടുക്കണമെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. ഞാൻ ആരാധന കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് വരുമ്പോൾ ബിറ്റാച്ചു എന്ന് പറഞ്ഞൊരു അച്ഛൻ, ആസ്പത്രിയിലുള്ള അച്ഛനാണ്. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ കാണുന്നത് ഈ അച്ഛനെയാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് ഷെയർ ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കിതൊരു കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന കാര്യമാണ്, ഈ പേഴ്സണായിട്ട് എൻ്റെ അടുത്ത് വന്ന് 2-3 ദിവസം നിന്ന് നമുക്കൊരു ഡിസിഷനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു ദിവസം വീണ്ടും ബാംഗ്ലൂരിൽ പോയി അച്ഛൻ്റെ ഒപ്പം 2-3 ദിവസം നിന്ന്. അങ്ങനെയാണ് അച്ഛൻ വളരെ ഒരു ക്ലാരിറ്റിയോടുകൂടെ എങ്ങനെ നമുക്കൊരു ഡിസൈൻമെന്റ് എടുക്കാം. എനിക്ക് ഈ ദിവസം ലാസ്റ്റ് പ്രശ്നമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാം. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഒരു 100 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ 100 പേരെ പറ്റി കർത്താവിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം.